എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. അതിന് മുന്നേ ആദ്യം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ബേസിക് മാത്തമാറ്റിക്സ് ഫോർമുലാസ് ഫോർ ഫിസിക്സ് ലേണിംഗ്. അത് ഒന്ന് നോക്കണം, ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. നമ്മുടെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിന് അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴാണ് നമുക്ക് സ്കൂളിൽ വരികയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും SCERTൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ NCERTൻ്റെ വെബ്സൈറ്റിൽ നിന്ന് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ക്ലാസ് തുടങ്ങണമെന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴേ തന്നെ പഠിക്കാൻ തുടങ്ങുക. ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അത് സാധാരണയായിട്ട് സ്കൂളുകളിലൊന്നും എടുക്കാറില്ല, അത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറുമില്ല. പക്ഷെ നിങ്ങളത് ഒരു കാര്യം ചെയ്യണം, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിക്കണമെന്ന്. വായിക്കുകയെന്ന് വെച്ചാൽ അത് ബേസിക് ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ഫിസിക്സിലെ കൺസെപ്റ്റ്സിനെ പറ്റിയിട്ടൊന്ന് ജനറലായിട്ട് എഴുതി പോയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് വെക്കുക. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഇതൊരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണിത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ ഓവറോൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് അതിനെ പറ്റിയെന്ന് പറയും, ഇൻട്രൊഡക്ഷൻ. പിന്നെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റി പറയും. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, മാസ്, ടൈം എക്സെട്ര. പിന്നെ വരുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങളാണ്. അക്യുറസി, പ്രിസിഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പിന്നെ ഡയമെൻഷൻസ്, ഈ ഡയമെൻഷനാണ് നമ്മുടെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ആ ഡയമെൻഷണൽ അനാലിസിസ്, ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, SI യൂണിറ്റ്സ്, അങ്ങനെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ലെങ്ത്ത്, മാസ്, പിന്നെന്താ ടൈം, ഇലക്ട്രിക് കറണ്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് പിന്നെ അതിന് വേറെ ഒരു ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അതിനൊക്കെയുള്ള യൂണിറ്റ്സ് ആണ് എന്ത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ എക്സാമ്പിൾസ്? ലെങ്ത്തിന് എന്താ എഴുതുക നമ്മൾ, മീറ്റർ അല്ലേ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. ഇങ്ങനെ നമ്മൾ ഈ മാസ് ലെങ്ത്ത് ടൈം എടുക്കുന്നത്, ഇതാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ലെങ്ത്ത്, മാസ്, ടൈം ഇതൊക്കെ വെച്ചിട്ട് കുറേ യൂണിറ്റ്സ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് വെച്ച് ഉണ്ടാക്കുന്ന യൂണിറ്റ്സിനെയാണ് എന്ത് നമ്മൾ പറയുക, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്, നമുക്ക് എടുക്കാം സ്പീഡ് നമ്മൾ എന്താ പറയുക, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ടൈം എന്നുള്ളതും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഹെൽപ്പിൽ നമ്മൾ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാക്കി. ഇനി വേറൊരു ക്വാണ്ടിറ്റി എടുക്കാം നമുക്ക്, വോള്യൂം എന്നുള്ളത് എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലെങ്ത് അല്ലേ. അപ്പം ലെങ്ത് ക്യൂബാണ് എന്ത്, ഏത് ഇപ്പോൾ ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും വിഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും ഏതായാലും നമ്മളെ സംഭവം എന്താണ്, ലെങ്ത് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണത്. അപ്പോൾ ലെങ്ത് ക്യൂബാണത്. അപ്പോൾ ഒരു ബേസ് ക്വാണ്ടിറ്റി ആയ ലെങ്ത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതെന്താണ്, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതാം? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയണ വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓൾറെഡി നമ്മൾ സ്പീഡും വോളിയം പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ്റെ എന്താണ്, ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം ഡിറൈവ്ഡ് യൂണിറ്റ് എന്താ വരിക, സ്പീഡിൻ്റെ യൂണിറ്റ് ആകുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ്, വോള്യൂമിൻ്റെതാകുമ്പോൾ മീറ്റർ ക്യൂബ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ആണ്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് യൂണിറ്റ്സ്, ബേസ് യൂണിറ്റ്സ് ആണ് എന്ത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. പിന്നെ വരുന്നതാണ് എന്ത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള യൂണിറ്റ്സ്, സിസ്റ്റം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പം
രണ്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത്? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പം ലെങ്ത് മെഷർ ചെയ്യുന്നത് നമ്മൾ ഒരു ഇത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കിലോമീറ്റർ ട്രാവൽ ചെയ്തു അല്ലേ, ഇത്ര കിലോമീറ്റർ. അത് അത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമുക്ക് ഇത്ര അവേഴ്സ് എടുത്തു, 2 hours കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത്, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സും സ്റ്റാൻഡേർഡ് യൂണിറ്റ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്ന ചില യൂണിറ്റ്സ് നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും അത് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആയിക്കോണമെന്നില്ല. അപ്പം നമുക്ക് കുറച്ച് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ ചില സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ് എന്ത്? CGS സിസ്റ്റം. CGS സിസ്റ്റംസിൽ നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മെയിനായിട്ട് നമ്മൾ ലെങ്ത്ത്, മാസ്, ടൈം, ഇതൊക്കെയാണ് നമ്മൾ ഡെയിലി നമ്മൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പം CGS യൂണിറ്റിൽ ലെങ്ത്ത് എന്തിൽ മെഷർ ചെയ്യും? സെൻറ്റിമീറ്റർ. മാസ് ഗ്രാം. സെക്കൻഡ് S എന്നുള്ളത് ടൈം. അപ്പം ഗ്രാം, പിന്നെ ടൈം സെക്കൻഡ്. അപ്പം ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നമ്മളിപ്പോൾ മാസ്, നമ്മളിപ്പോൾ സ്പീഡ് പറയുകയാണെന്ന് വെച്ചോ, അപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറയണമെങ്കിൽ അത് CGS സിസ്റ്റമാണ്. ഓക്കെ, അതേപോലെ വേറൊരു പണ്ടേ ഉണ്ടായിരുന്നൊരു സിസ്റ്റമാണ്, നമ്മളിപ്പോൾ അത്ര യൂസ് ചെയ്യുന്ന സിസ്റ്റം അല്ലാതെ FPS സിസ്റ്റം. അപ്പം ലെങ്ത്തിന് ഫൂട്ട്, ഇത് പൗണ്ട്, എന്ത് മാസിന് പൗണ്ട്, ടൈമിന് എപ്പോഴും നമുക്ക് സെക്കൻഡ് തന്നെ കാണാം. സെക്കൻഡിന് അധികം വ്യത്യാസമില്ല, ഒരു സിസ്റ്റത്തിൽ നമുക്ക് സെക്കൻഡിന് ഡിഫറൻസ് കാണാറില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് MKS സിസ്റ്റം ഓഫ് യൂണിറ്റ്. രണ്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഒരുപാട് നമ്മൾ ഇതിന് വേണ്ടി തലപോക്കൊന്നും വേണ്ട, നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. നമ്മളത് യൂസ്ഡ് ആവും, നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലും ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും, അപ്പോൾ നമുക്കത് യൂസ്ഡ് ആവും നമ്മൾ. ഓക്കെ, MKS സിസ്റ്റം എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ SI സിസ്റ്റവും ഇതും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത്. MKSൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ SI സിസ്റ്റത്തിലും സെയിം സാധനമാണ് വരുന്നത്. അപ്പോൾ ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. അപ്പോൾ ഈ SI സിസ്റ്റം എന്നുള്ളത് അതിൻ്റെ പേര്, അതങ്ങനെ ഒരു ടേം വരാൻ കാരണം അതിൻ്റെ പേരെന്താണ്? സിസ്റ്റം ഇൻ്റർനാഷണൽ ഡേ യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ അത് ഒരു ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ഇൻ 1971 ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് എന്ത്? SI സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നുള്ളത്. അത് അറൗണ്ട് ദ വേൾഡ് എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SI സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കിലോമീറ്റർ പെർ അവർ എന്ന് പറയും ഒരു സ്പീഡിന് യൂണിറ്റ്, പിന്നെ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർ വേറൊരു സിസ്റ്റത്തിൽ പറയും. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണലി കുറേ മെഷേഴ്സ് ആവശ്യമുണ്ട്, നമ്മൾ എല്ലാം കൺട്രീസ് തമ്മിൽ ഡീലിങ്ങിനൊക്കെ നമ്മൾ എന്താ പറയുക, ഇൻ്റർനാഷണൽ സിസ്റ്റം ആവശ്യമാണ്. അതിനാണ് നമ്മൾ SI സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ SI സിസ്റ്റമാണ് നമ്മൾ എപ്പോഴും നമ്മൾ പറയും യൂണിറ്റ്സ്, നമ്മൾ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളോട് പറയും എല്ലാം SI യൂണിറ്റിൽ കൺവേർട്ട് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം സെയിം സിസ്റ്റത്തിലാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ SI സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം. അപ്പം SI സിസ്റ്റത്തിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. അങ്ങനെ നമുക്ക് ഇനി ഈ പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. നിങ്ങൾ ഈ ടേബിൾ കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ടേബിൾസ് കാണും നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ. അതെല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളത് എടുക്കാം, ബാക്കിയുള്ളത് വായിച്ചു വിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അതുപോലെ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളത് പഠിക്കണം. ഈ ടേബിൾ ഈ ഡെഫിനേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ വരെ നമ്മൾ പഠിച്ചെടുക്കണം, ഇത്രയും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ലെങ്ത്ത്, മാസ്, ടൈം അതിന് പഠിക്കാൻ ഇപ്പം നമുക്ക് പണിയൊന്നുമില്ല, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാ സിസ്റ്റം ഓഫ് യൂണിറ്റ്സും നമ്മൾ ലെങ്ത്തും മാസും ടൈമും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് കറണ്ട് നമുക്ക് അറിയുന്ന ടേമാണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അത് വേർഡ് കണ്ട് പഠിക്കേണ്ട, അത് ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചർ തന്നെയാണത്. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കെമിസ്ട്രിയിൽ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുന്നതായിരിക്കും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പിന്നെ ആകെ നമുക്ക് ഇതുവരെ കേൾക്കാത്തൊരു സാധനം ലൂമിനസ് ഇൻറ്റൻസിറ്റിയാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്നുള്ളത് ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വരെ നമ്മൾ 11th 12th യൂസ് ചെയ്യും. ലൂമിനസ് ഇൻറ്റൻസിറ്റി നമ്മൾ വലിയ ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സ് ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കണം ഈ ടേംസ് എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ അതിൻ്റെ സിമ്പലും പഠിക്കണം. ഓക്കെ, അതിൻ്റെ സിമ്പൽ പഠിക്കണം. മാസ് കിലോഗ്രാം, kg, ടൈം സെക്കൻഡ്, എസ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ, നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി 10th പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിന് ആംപിയർ. ടെമ്പറേച്ചർ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിഗ്രി സെൽഷ്യസ് എന്ന് മനസ്സിൽ വരും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ഇവിടെ സ്പെല്ലിംഗ് നോക്കണേ. മോൾ എന്നുള്ളത് അതിൻ്റെ പേര് MOLE ആണ്. സിമ്പൽ വരുമ്പം MOL, മോൾ. ലുമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ യൂണിറ്റ് കാൻഡിലയാണ് അതിൻ്റെ യൂണിറ്റ് പേര്, പക്ഷെ അതിൻ്റെ സിമ്പൽ CD. ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇതിൻ്റെ ഈ ബാക്കി കാണുന്ന ടേബിളിലുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അതെങ്ങനെയാണ് നമ്മളിപ്പോൾ 1 മീറ്റർ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ 1 മീറ്റർ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് 1 മീറ്റർ ആണെന്ന്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു അല്ലേ? അതിനൊരു ബേസ്, എന്താ പറയുക, ബേസ് ആയിട്ടൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ റെഫർ ചെയ്തിട്ടാണ് എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ നടത്തുന്നത്. അതിപ്പം മീറ്റർ ആയാലും ലെങ്ത് ആയാലും മാസ് ആയാലും എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഒരു ലാബിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡെഫിനേഷൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അത് മാത്രം പഠിക്കുക. അതാണ് നമുക്ക് ആവശ്യം വരിക. മറ്റേ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതുകൂടാതെ നമുക്ക് 2 സബ്സിഡറി യൂണിറ്റ്സ് ഉണ്ട്. അതാണ് നമുക്ക് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴും എന്തിലാണ് മെഷർ ചെയ്യുക? ഡിഗ്രീസിലാണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലേ. നമ്മൾ ഇതുവരെ പഠിച്ച മാത്സിലൊക്കെ പഠിക്കുമ്പം ആംഗിൾ എന്ന് പറയുമ്പോൾ ഡിഗ്രീസിലാണ് പറയുക. പക്ഷേ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. അപ്പോൾ ഈ റേഡിയൻ എന്താണെന്ന് നോക്കാം. നമുക്കൊരു സർക്കിൾ എടുക്കാം. ഇതെന്താണ്? പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? റേഡിയൻ. അപ്പം ഈ സർക്കിളിൻ്റെ റേഡിയസ് R ആണെന്ന് വെച്ചോ. അപ്പം ഞാൻ ഒരു നൂല് എന്തെങ്കിലും എടുത്തിട്ട് ഇത്രയും R മെഷർ ചെയ്തു. ആ R അതേ ലെങ്ത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഓക്കെ, അത്രയും R ഡിസ്റ്റൻസിൽ ആ സർക്കിളിൻ്റെ മുകളിൽ കൂടെ നമ്മൾ R വെച്ച് ഇങ്ങോട്ട് വരക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് അത്രയും R ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്തു. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് അവിടേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ആയി അല്ലേ. ആ ആംഗിൾ ക്രിയേറ്റ് ചെയ്ത ആ ആംഗിളാണ് എന്ത്? 1 റേഡിയൻ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്, കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പം നമ്മളൊരു സർക്കിളിൻ്റെ റേഡിയസിന് കണക്കായിട്ട് ആർക്ക് ലെങ്ത് ഉണ്ടെന്ന് വെച്ചോ, റേഡിയസ്. ആ R ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്? ആർക്ക് ലെങ്ത്. അപ്പോൾ ആ 2 പോയിന്റും തമ്മിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും എന്ത്? 1 റേഡിയൻ. അപ്പം ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നുള്ളത്? ആംഗിൾ d θ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഈ ഡയഗ്രാം നോക്കുക. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. ആംഗിൾ ഇവിടെ എന്താണ്? d θ. അപ്പം d θ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എത്രയാണ് ഇവിടെ? ds ഡിവൈഡഡ് ബൈ റേഡിയസ് r. അതേപോലെയുള്ള ഒരു സംഭവമാണ് എന്ത്? സോളിഡ് ആംഗിൾ എന്നുള്ളത്. സോളിഡ് ആംഗിൾ നമുക്ക് ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു ഷേപ്പ് അല്ലേ വരിക? ഈ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഷേപ്പ് അല്ലേ വരിക? അപ്പോൾ അതിൻ്റെ സർഫസിൽ അങ്ങ് എഡ്ജിൽ നമുക്ക് ഇതുമാതിരി ഒരു ഏരിയ കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് എന്തൊരു സോളിഡ് ഷേപ്പാണ്. അപ്പോൾ നമ്മളൊരു സോളിഡ് സ്ഫിയറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ആംഗിൾ ഉണ്ടാവും. അതാണ് എന്ത്? സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ആ കേക്കിൻ്റെ എക്സാമ്പിൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, അപ്പം മനസ്സിലാവും. അപ്പം സോളിഡ് ആംഗിൾ d⍵ ഈസ് ഈക്വൽ ടു dA ഡിവൈഡഡ് ബൈ r² ആണ് എന്ത്? അതിൻ്റെ ഫോർമുല. അതിൻ്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറേഡിയൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ, ഈ ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ, റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. നമ്മൾ പല ചാപ്റ്ററുകളിലായിട്ട് ഇത് യൂസ് ചെയ്യും. അപ്പം ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. d⍵ ഈസ് ഈക്വൽ ടു dA ബൈ r², d⍵ ഈസ് ഈക്വൽ ടു ds ബൈ r. ഇത് ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കൂടാതെയുള്ള നമ്മുടെ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക. ഇത്രയും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഫസ്റ്റ് വീഡിയോ കണ്ട് ആ ഫോർമുലയൊക്കെ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.